നവോത്ഥാന നായകനായ നാരായണ ഗുരുവിന് അദ്ദേഹത്തിൻ്റെ പ്രതിമയെക്കുറിച്ച് യാതൊരു കവലയുമില്ല. കവലകളിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമകൾ വെച്ച കവലച്ചട്ടമ്പികൾക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രതിമയെക്കുറിച്ചുള്ള കവലയുള്ളത്. അത് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഉള്ളൂരിൽ, കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രതിമ മാറ്റി, അതായത് സിമൻറ്റ് പ്രതിമ മാറ്റിയിട്ട് അവിടെ പഞ്ചലോഹത്തിലുള്ള പ്രതിമ വെച്ചു. സാധാരണഗതിയിൽ ആരാധിക്കപ്പെടുന്ന പ്രതിഷ്ഠകൾ മാറ്റുമ്പോൾ, അമ്പലങ്ങളിലായാലും ഇതുപോലുള്ള പ്രതിഷ്ഠകളൊക്കെ മാറ്റുമ്പോൾ ചെയ്യുന്നത്, ആചാരപരമായി ചെയ്യുന്നത്, പ്രത്യേക പൂജാവിധികളൊക്കെ നടത്തിയ ശേഷം ഇത് നിമജ്ജനം ചെയ്യും. ഒഴുക്കുള്ള പുഴകളിലോ സമുദ്രത്തിലോ ആണ് ഇത്തരം പ്രതിമകൾ നിമജ്ജനം ചെയ്യുന്നത്. നമ്മുടെ ഗുരുവിന് പ്രതിമകളെക്കുറിച്ച് കവല ഇല്ലാത്തത് കൊണ്ട് ഗുരുദേവ ഭക്തന്മാർ, അതായത് SNDPക്കാർ എന്ത് ചെയ്തു, തൊട്ടടുത്തുള്ള ഓടയിൽ ഈ പ്രതിമ കൊണ്ട് നിമജ്ജനം ചെയ്തു, കൊണ്ട് കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രതിമയില്ല, ഗുരുവിന് അദ്ദേഹത്തിൻ്റെ പ്രതിമയെക്കുറിച്ച് കവലയില്ലല്ലോ, അതുകൊണ്ട് കവലയിലുള്ള ഒരു ഓടയിൽ കൊണ്ട് തള്ളി. ഇത് ഇന്ന് രാവിലെ ആയപ്പോൾ ഈ ഓട വൃത്തിയാക്കുന്നവരൊക്കെ ഈ പ്രതിമ കണ്ടു, അയ്യോ ഗുരുദേവൻ്റെ പ്രതിമയാണല്ലോ ഈ ഓടയിൽ കിടക്കുന്നത്. ഉള്ളൂരിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്കുള്ള ഓടയിലാണ് കിടക്കുന്നത്. അവിടെ അറിയാം, മെഡിക്കൽ വേസ്റ്റ് സർവ്വമാന മാലിന്യവും കുന്നുകൂടുന്ന സ്ഥലത്ത് നിന്ന് ആളുകൾ ഈ പ്രതിമ കണ്ടെടുത്തു. പ്രതിമ കണ്ടെടുത്ത ഉടനെ തന്നെ കോലാഹലം, സംഘികൾക്ക് ഇനി പറയേ വേണ്ട, ആ ഗുരുദേവൻ്റെ പ്രതിമ ഓടയിൽ കിടക്കുന്നു, ഇത് ഏതോ സാമൂഹിക വിരുദ്ധന്മാർ കൊണ്ട് തള്ളിയിരിക്കുന്നതാണ് പ്രതിമ, ഇനി ഉടനെ കലാപം വേണം, ഇത് ഇടത് സർക്കാരാണ് ഇതിൻ്റെ പിന്നിൽ. കാരണം SNDP വെള്ളാപ്പള്ളിയും പിണറായിയും തമ്മിൽ ഇപ്പോൾ വലിയ ചങ്ങാത്തത്തിലാണ്. വെള്ളാപ്പള്ളി പറയുന്നത് പിണറായി വലിയ ഭക്തനാണ് എന്ന് പറയുകയൊക്കെ ചെയ്തില്ല. അപ്പോൾ വെള്ളാപ്പള്ളിയും പിണറായിയും തമ്മിലടിപ്പിക്കാനൊരു സൂത്രവാക്യമാണ് കവലയിൽ കണ്ട, അല്ലെങ്കിൽ കവലയിലെ ഓടയിൽ കണ്ട ഈ ഗുരുദേവ പ്രതിമ എന്നുവരെ വ്യാഖ്യാനങ്ങളുണ്ടായി. പല ദൃശ്യമാധ്യമങ്ങളും ആ തരത്തിലൊക്കെ വ്യാഖ്യാനങ്ങൾ ഇട്ട് സോഷ്യൽ മീഡിയ പേജ് നിറച്ചു. സോഷ്യൽ മീഡിയയിൽ അറഞ്ചം പുറഞ്ചം തെറിവിളിയുമാണ്. അപ്പോഴാണ് ഞങ്ങളും ഈ വാർത്ത ശ്രദ്ധിച്ചത്. വാർത്ത ശ്രദ്ധിച്ചപ്പോൾ തന്നെ മനസ്സിലായി, കവലയില്ലാത്ത കവലയിലെ ഗുരുദേവ പ്രതിമ എവിടെയെങ്കിലും കിടന്ന് കിട്ടിയാൽ ഗുരുവിന് ഇതിനെക്കുറിച്ച് യാതൊരു ടെൻഷനുമില്ല. ഇനിയിപ്പോൾ ഗുരുവിൻ്റെ പേരിൽ ആരെങ്കിലും കലാപക്കൊടി ഉയർത്തിയാലും ഗുരുദേവന് ഇതിനെക്കുറിച്ച് ടെൻഷനേ ഇല്ല. കഴിഞ്ഞ ദിവസം ഞാനും നമ്മുടെ രജനീഷും കൂടി ഈ ഗുരുദേവൻ്റെ ശിവഗിരി ഭാഗം വഴി സഞ്ചരിച്ചു. അപ്പോൾ ഗുരുദേവൻ്റെ ശിവഗിരി ഭാഗം വഴി സഞ്ചരിച്ചപ്പോൾ ഗുരുദേവൻ്റെ പരിപാവനമായ പാദസ്പർശമേറ്റ ഗുരുദേവൻ്റെ കനാൽ, ശിവഗിരി കുന്നുകളിൽ നിന്ന് ഒഴുകി വരുന്ന കനാൽ, അവിടെ പണ്ട് ഭക്തരൊക്കെ ബലിതർപ്പണത്തിനൊക്കെ ഉപയോഗിച്ച കനാലാണ്. ആ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിരുന്നു. അതൊക്കെ കാട് കയറി നശിച്ചു കിടക്കുകയാണ്. അതൊന്നും വൃത്തിയാക്കാനൊന്നും ആളുകൾക്ക് സമയമില്ല. ഗുരുദേവൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാനും തെറി പറയാനും ആളുകൾ ഇങ്ങനെ മത്സര ഓട്ടം നടത്തുകയാണ്. ഇനി ഗുരുദേവൻ കുളിച്ച ഒരു സ്ഥലമുണ്ട്. അതായത് അന്ന് ശിവഗിരി കുന്നിൽ നിന്ന് തീർത്ഥം, പുണ്യതീർത്ഥം പോലെ ഒഴുകി വരുന്ന വെള്ളം, എല്ലാ 24 hours 365 ദിവസവും നീരൊഴുക്കുള്ള സ്ഥലം, അതൊക്കെ കാട് കയറി നശിച്ചു കിടക്കുകയാണ്. അതൊന്നും വൃത്തിയാക്കാൻ ആർക്കും സമയവുമില്ല, സൗകര്യവുമില്ല. അപ്പോഴാണ് ഒരു ഗുരുദേവ പ്രതിമ തകർന്നത്, അല്ലെങ്കിൽ കൊണ്ട് ഒഴുക്കിയത് ഇന്ന സ്ഥലത്താണ്, അല്ലെങ്കിൽ ഓടയിൽ കണ്ടു എന്ന് പറഞ്ഞ് ബഹളം കൂട്ടുന്നത്. അത് ഒരു വഴിക്ക്. ഇനി ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്, ഉള്ളൂരിൽ ഇങ്ങനെ ഒരു പ്രതിമ സ്ഥാപിച്ചിരുന്നു, സിമൻറ്റ് പ്രതിമ ഉണ്ടായിരുന്നു. ആ പ്രതിമ ആളുകൾക്ക് സമ്പന്നന്മാരായപ്പോൾ പിരിവൊക്കെ എടുത്തിട്ട് അത് പഞ്ചലോഹ പ്രതിമയാക്കി. നിലവിലുണ്ടായിരുന്ന പ്രതിമയെടുത്ത് അവർ എന്ത് ചെയ്തു, ഓടയിൽ തള്ളി. ഓടയിലല്ല തള്ളേണ്ടത്, പൂജിച്ച വിഗ്രഹങ്ങളാണെങ്കിൽ ആചാരം അനുസരിച്ച്, അത് ഗുരുദേവൻ്റെ ആണെങ്കിലും മറ്റ് ദേവ പ്രതിഷ്ഠയാണെങ്കിലും, ഏത് പ്രതിമ, മഹാത്മാഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും പ്രതിമയിൽ ആരും പാലും പുഷ്പാർച്ചനയും നടത്താത്തത് കൊണ്ട്, അവർക്ക് ദൈവപരിവേഷം ഇല്ലാത്തത് കൊണ്ട് അവരുടെ പ്രതിമയൊക്കെ തല്ലിപ്പൊളിച്ച് കളഞ്ഞാൽ പോലീസ് കേസാകും എന്നത് മാത്രമേ ഉള്ളൂ. ഇത് അങ്ങനെയല്ല, ദേവപരിവേഷമുള്ള വിഗ്രഹങ്ങളായതുകൊണ്ട് ഇത് ആചാരപരമായി നിമജ്ജനം ചെയ്യേണ്ടത് ഒഴുക്കുള്ള പുഴകളിലോ സമുദ്രത്തിലോ ആണ് എന്നാണ് ആചാരപരമായി നമുക്ക് ചോദിച്ചപ്പോൾ പല ആളുകളും പറഞ്ഞത്. പക്ഷേ ഇതെന്ത് ചെയ്യാം, SNDP ആ കരയോഗത്തിലുള്ള ആളുകൾ എന്ത് ചെയ്തു, ഇതുകൊണ്ട് ഒഴുക്കില്ലാത്ത ഒരിടത്ത് ഇട്ടു. അതിപ്പോൾ പുഴയിൽ വെള്ളം കുറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കനാലിൽ വെള്ളം കുറഞ്ഞപ്പോൾ അത് പൊങ്ങി വന്നു. അതാണ് സംഭവം. ഏതായാലും തോട്ടിലെ ഗുരുപ്രതിമ ആകെ വിവാദത്തിലായിട്ടുണ്ട്. ആ വിവാദം കത്തിച്ച് മുതലെടുക്കാൻ ശ്രമിച്ച സംഘികളാകെ നാണം കെട്ടിട്ടുമുണ്ട്.